പ്ലീസ് പോസ് പോസ്. എന്തിനു മനുഷ്യനപ്പം അടങ്ങിയിരിക്കാൻ പറഞ്ഞാലും കൂട്ടാക്കില്ലല്ലോ. വേണ്ട, സഹായിക്കേണ്ട, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കണം. ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. മനസ്സിലാക്കിയിട്ട് എന്ത് വേണം? വല്ലതും പറ്റിയോന്ന് അറിയാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അയ്യോ, വലിയ സഹതാപമാണല്ലോ. നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോകണം മിസ്റ്റർ. ഒരന്വേഷണക്കാരൻ നടക്കുന്നു. അളിയോ, ഇതെന്ത് പറ്റി? ഏ സാറേ, താൻ എവിടുത്തെ തന്നെ? ഇതിനു മുൻപ് വള്ളത്തെ കയറിയിട്ടില്ലേ? തന്നോട് പറഞ്ഞതല്ലേ? എക്സ്ക്യൂസ് മീ മാഡം, ഐ ആം വെരി സോറി. അടിച്ചു പല്ല് തെറിപ്പിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് ഈ വേഷം കാണിക്കൽ. യു ആർ റോങ് മാഡം. ഇത്തരം ആക്സിഡന്റ് അല്ലടാക്കിൽ വെച്ച് പറ്റി. കുറെ പൂവാലന്മാരിറങ്ങിയിട്ടുണ്ട്. അവര് കാരണം പെണ്ണുങ്ങൾക്ക് വഴിയെ നടക്കണ്ടെന്നായി. ഒരബദ്ധം പറ്റിപ്പോയി പെങ്ങളെ. ഇനി പറഞ്ഞാ നോക്കുമോ? അങ്ങ് ക്ഷമിച്ചുകളാ. എനിക്ക് എന്താ ഇയാളുടെ വല്ല വക്കാലത്തും ഉണ്ട്? അങ്ങനെയൊന്നുമില്ല. പിന്നെ പെങ്ങൾക്ക് കേസ് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ വന്ന് വക്കാലത്ത് പിടിച്ചോളാം. എന്റെ കാര്യം നോക്കാൻ എനിക്ക് എന്റെ തന്തയുണ്ട്. ഓ, അങ്ങനെ ഒരു മഹാൻ ജീവിച്ചിരിപ്പുണ്ടോ? എങ്കിൽ വീട്ടിലൊന്ന് പരിചയപ്പെടണമല്ലോ. പരിചയപ്പെടാൻ അങ്ങ് വന്നേക്ക്. വിറ്റമടിക്കുന്ന ചൂട്. അളിയോ, ഏതാണ് ഈ ഐസ് ഫ്രൂട്ട്? ഞാനും ആദ്യം കാണുകയാണ് അളിയ. ഏതായാലും ആൺ ജന്മമാ. ആരാണെന്ന് അന്വേഷിച്ചോളാം. ഇവള് വല്ലാതെ അങ്ങ് മെലിഞ്ഞു പോയല്ലോ. വല്ലതും കഴിക്കണ്ടായോടാ കുഞ്ഞെ. അവക്ക് എപ്പോഴും മനോവിചാരമാണ്. നീ ഈ യുദ്ധം നടക്കുന്നിടത്തൊക്കെ പോയി കിടന്നാ പിന്നെ അവക്ക് ജലപാനം കഴിക്കാൻ തോന്നുമോ? ഞാനും ഇവിടെ ഒന്ന് പോയതിനു ശേഷം നേരെ ചൊവ്വേ ജലപാനം കഴിച്ചു. അതെ, നമ്മുടെ ചോറും കറിയും ഒക്കെ തന്നെയാണോ കുഞ്ഞെ അവിടങ്ങളിലത്തെ ആഹാരം? ലഡാക്കിലോ? അവിടെയെല്ലാം പാക്കറ്റാണ്, പാക്കറ്റ്. പിടിയിട്ടില്ല നീ, കേട്ടോളിയാ. നേരം പരപരാന്ന് വെളുത്തു വരുമ്പോ എയറോപ്ലെയിൻ അവിടെ നിന്ന് ഒരു കുഴല് കീഴോട്ടിറക്കി ഇങ്ങോട്ട് വരും. നമ്മൾ വായം പൊളിച്ച് നിൽക്കുമ്പോൾ കിട്ടുന്നതാണ് ബെഡ് കോഫി. കൃത്യം 10 മണി അടിക്കുമ്പോൾ എന്തുവാ? ബ്രേക്ക്ഫാസ്റ്റ്, മുട്ട, റൊട്ടി, പന്നിയിറച്ചി എന്ന് വേണ്ട സകല തോന്നിൽക്കാണ്. ഉച്ചയ്ക്ക് അതേ പരിപാടി തന്നെ, ചോറ് മാത്രം. അതെന്തളിയാ? അവിടെ വലിയ തണുപ്പല്ലേ അറിയാ. ചോറ് തിന്നാൽ വൈകി പിടിക്കത്തില്ല. അപ്രതീക്ഷിച്ച ഉപദ്രവം. നീ യുദ്ധം നടക്കുന്നിടത്ത് പോയോ മോനെ? ഓ മൈ വണ്ടർഫുൾ മദറല്ലോ. ഞാൻ ഇതുവരെ അവിടെ തന്നെ അല്ലായിരുന്നു. പലരെയും കൊന്നോ? 500 ചൈനക്കാരുടെ കാറ്റ് കളഞ്ഞാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ ഭഗവാനെ, അതുകൊണ്ടല്ലേ ഒരു കൊല്ലത്ത് നീ ഒന്നിച്ചു കിട്ടിയത്. 500 പേരെ കൊന്നേച്ചാണോ വന്നിരിക്കുന്നത്? 500 പേരെ കൊന്നതിന് അക്കൗണ്ട് ഉണ്ട്. അക്കൗണ്ടിൽ പെടാത്ത ഒരു 500 പേരെയും കൂടെ കൂട്ടിക്കോ. അല്ലയാ, ഈ യുദ്ധം എന്നൊക്കെ പറയുന്നത് ഒരു പൊടി വശമാണ്. മിഷ്യൻ കണ്ണങ്ങെടുത്ത് എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് കറക്കുമ്പോൾ അയ്യോ അയ്യോ എന്ന് പറഞ്ഞല്ലേ ചൈനക്കാര് ചത്തോടിഞ്ഞ് വീഴുന്നത്. അല്ല, ഈ മിഷ്യൻ ഗൺ എന്ന് പറയുന്നത് എന്റെ ഒരു മാസ്റ്റർ പീസുമാണ്. ഇപ്പോൾ അവിടങ്ങളിലുള്ള പത്രങ്ങളിലെല്ലാം വന്നതാണ്. ലഡാക്ക് വീരൻ കുമ്പാണ്ടക്കുറുപ്പ് 1 വർഷത്തെ ലീവ് എടുത്ത് നാട്ടിലേക്ക് പോയിരിക്കുന്നുവെന്ന്. അപ്പൊ അളിന് 1 വർഷത്തെ ലീവ് ഉണ്ടോ? അത് വേണമെങ്കിൽ ഇനിയും നീട്ടാം. പക്ഷേ ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഗവൺമെന്റിന് വലിയ മനപ്രയാസമാണ്. ഞാൻ അവിടെ നിന്ന് പോന്നാൽ ലഡാക്ക് ഉറങ്ങിപ്പോകുമെന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. അത് പിന്നെ സ്നേഹമുള്ളവര് പോകുമ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെയാ. അളിയ, ഇവിടെ ഇനി തനിയെ ഇവിടെ നിർത്തിവെച്ച് പോകുന്നത് എനിക്ക് വലിയ പരീക്ഷ. അതുകൊണ്ട് ഇവിടെ തന്നെ എന്തെങ്കിലും ഒരു തൊഴിൽ നോക്കാം. അതാടാ നല്ലത്. ഇപ്പോഴെങ്കിലും ഈ നല്ല ബുദ്ധി തോന്നിയല്ലോ. എടീ, പരിപാടി എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അളിയൻ കുറച്ച് രൂപ ഉണ്ടാക്കി തരണം. അപ്പൊ വെറും കൈയോടാണോ വന്നിരിക്കുന്നത്? 4 ബോക്സ് 4 റെയിൽവേ സ്റ്റേഷനിൽ എന്തോന്നാ പെട്ടി. പിന്നെ അവൻ അങ്ങനെ വെറും കൈയോടെ വരുമോടി? അറ്റ്ലീസ്റ്റ് ഒരു 3000 റുപ്പീസ് എങ്കിലും അളിയൻ സഹായിക്കണം. 10 മുടക്കിയാൽ 100 കിട്ടുന്ന പരിപാടിയാണ്. അളിയ, ഞാനിപ്പോ പണത്തിന് വല്ലാതെ ഞെരുങ്ങുന്ന ഒരു അത് പറഞ്ഞാലൊക്കെ അളിയൻ എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സറിഞ്ഞ് ബുദ്ധിമുട്ടിയാൽ അത് നടക്കും. എങ്ങനെയെങ്കിലും അതൊന്ന് നിവർത്തിച്ചു കൊടുക്കും ചിരാഘവ. ഒരു നല്ല കാര്യത്തിനല്ലയോ? ഓ മൈ സ്വീറ്റ് മദർ-ഇൻ-ലോ, താങ്ക് യു, താങ്ക് യു. എന്റെ കുഞ്ഞെ, നീ ഈ താടി മീശയൊക്കെ ഒന്ന് പഠിപ്പിച്ചു കള. കണ്ടിട്ട് തന്നെ പേടിയാകും. നോ നോ, മീശ കളയാൻ പറ്റില്ല. മീശയാണ് യുദ്ധഫീൽഡിൽ ഞങ്ങളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പല്ലും നാവും മരവിക്കാതെ കരിമ്പടം പോലെ അവൻ നമ്മെ സർവ് ചെയ്തുകൊണ്ടിരിക്കും. എന്ത് പോച്ചാടമേ അളിയിരുന്ന് അടിച്ചു വിടുന്നത്? പറയണ്ട എന്റെ കുഞ്ഞെ, അവൻ പട്ടാളത്തിലെ കഥ പറയാ.
ഓ ഇനി കുറെ നാളത്തേക്ക് ഇവിടെ ഒരു സ്വൈര്യതയുമില്ല. നുണയുടെ കൈലാസമായിരിക്കും. നീ ഒന്നും മാരിടാ. അമ്മേ ചേട്ടൻ അന്വേഷിച്ചാലേ ഞാൻ അയ്യാരെ കാണാൻ പോയെന്ന് പറഞ്ഞേക്കണേ. എന്റെ പൊന്ന അഖിലാണ്ടമ്മേ, എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ആ നിലം വഹിച്ചാൽ സ്വാമി കൊടുക്കില്ലായിരുന്നു. പക്ഷെ ഈശ്വര നിശ്ചയം മറിച്ചായി പോയി. குறுப்பு அந்த பணம் திருப்பி கொடுப்பாருன்னு அவர் நினைக்கவே இல்லை கேளு. என்னைக்கு அந்த பணம் திருப்பி கொடுத்தாரோ அன்னையிலிருந்து அவர் ஒரு மாதிரியா இருக்காரு. പിന്നെ അത് പിന്നെ പറയാനുണ്ടോ? നിലവെന്ന് വെച്ചാൽ എന്തിനസിയം നിലവാന്നറിയാമോ? അന്യന്റെ മുതലാണെങ്കിലും നമ്മുടെ കൈ കിട്ടിയെന്ന് വന്നതിന് ശേഷം കൈവിട്ടു പോയാൽ മനസ്സിനകത്തൊരു വിഷമം. 3 நாளா அவருக்கு தூக்கமும் கிடையாது, சாப்பாடும் கிடையாது. അത് പിന്നെ സ്വാമിയെ കണ്ടറിഞ്ഞൂടായോ? വേറിനകത്തിട്ട് വലിച്ചതുപോലെ സ്വാമി അങ്ങ് ക്ഷീണിച്ചുണങ്ങി വരണ്ട് ആളങ്ങൊരു ഡെഫറേറ്റ് ആയി പോയില്ലയോ? அம்மா அகிலாண்டா போய் கொஞ்சம் வெத்தலவா கொண்டு வா. என்னடி நீ முடிச்சுட்டு இருக்க? உங்களுக்கு தானே சொன்னேன். என்ன கேளு, இந்த குட்டமல்லி பார்த்தாச்சா? പാത്താച്ചു, ഇപ്പൊ വരും. காரியமெல்லாம் சொல்லியாச்சா? ചൊല്ലിയാച്ചു. സ്വാമി അല്പം ഗൗരവത്തിൽ ഇരിക്കാമെങ്കിൽ വിചാരിക്കുന്ന വഴിക്ക് കാര്യങ്ങളൊക്കെ വരും. പുള്ളിക്കാരന് വളം വാങ്ങിക്കാൻ ഇച്ചിരി കാശൂടെ ആവശ്യമുണ്ടെന്ന്. அது எப்படி முடியா? കുട്ടമ്പിള്ള 2 കൊല്ലത്തെ പാട്ടം തരാനില്ലയോ? അതും പലിശയും കൂടെ പേരത്തിൽ കൊള്ളിച്ച് ഒരു പഴാതെ എഴുതി വാങ്ങിക്കണം. എന്നിട്ട് ക്ലിക്ക് എന്ന് വലിച്ചാൽ കുട്ടമ്പിള്ളയുടെ കിടപ്പാടം സ്വാമിയുടെ കൈ. நல்ல ஐடியா. பார்க்கலாம். ആ പാർக்கலாம். ആള് വരുന്നു, ആള് വരുന്നു. എന്താ കുട്ടമ്പിള്ളേ കാണാൻ ഒക്കുന്നില്ലല്ലോ? ബന്ധപ്പാട് കൊണ്ടാണ് സ്വാമി. ആ ഇടപാട് തീർക്കാൻ സാധിക്കാത്തത് കൊണ്ട് മനസ്സിന് വലിയ വിഷം. കേട്ടോ കുട്ടമ്പിള്ള ചേട്ടാ, ആ കഥയൊക്കെ ഞാൻ സ്വാമിയോട് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. കേട്ടോ സ്വാമി, കഥകളിയായിട്ട് നടന്ന മനുഷ്യനാ ദേ ഇപ്പൊ ഈ നിലയിലായി. ഒരു കാലത്ത് കുട്ടമ്പിള്ളച്ചേട്ടന്റെ നളനെന്ന് പറഞ്ഞാൽ നാട്ടിലെന്തൊരു കോലാഹലമായിരുന്നു. ചിക്കി തിരക്കിയല്ലയോ കളി കാണാൻ പോകുന്ന പെണ്ണുങ്ങള്. ஆமாமா, சின்ன வயசுல நானும் நாடகத்தில் நடிச்சிருக்கேன். அந்த காலத்துல சீதாராம கல்யாணத்துல உருவாசாவை நான் வேஷப்படும் பாருங்க, ரொம்ப இருக்கும். അയ്യോ സ്വാമി, സീതാരാമ കല്യാണത്തിലല്ല ദുർവാസാവ്, ശാകുന്തളത്തിലല്ലയോ? அப்படியா? என்ன குட்டமுள்ள, அந்த பாட்டு விஷயம் என்னாச்சு? ഈ കൊയ്ത്ത് കഴിഞ്ഞ് എല്ലാം കൂടി തീർത്തു തരാം സ്വാമി. எனக்கு பணத்துக்கு ரொம்ப டிமாண்டா இருக்கு. இன்னுം 10 நாளைக்கு உங்க பணம் திரும்பி வரலன்னா அப்புறம் கோர்ட்டுக்கு போயிடுவேன். അയ്യോ സ്വാമി, സ്വാമി അത് ചെയ്യരുത്. തരാനുള്ള തുകയ്ക്ക് കുട്ടമ്പിള്ളച്ചേട്ടൻ പരടത്തിൽ കുളിച്ചൊരു പണയാതെ എഴുതി തരും. സ്വാമി എതിര് പറയരുത്. അയ്യോ കിടപ്പാടം പണയപ്പെടുത്താനോ? കരയ്ക്കുമില്ല, വെള്ളത്തിലുമില്ല, പിന്നെ എങ്ങനെ കുട്ടമ്പിള്ളച്ചേട്ടാ? அப்ப என் பணத்தை திருப்பி கொடுத்துருங்க. ഏതായാലും ഒന്ന് ആലോചിക്കാതെ എനിക്കൊന്നും പറയാൻ നിവൃത്തിയില്ല. போதும், நன்னா